Dear students, welcome to CE 303 Structural Analysis 2 class. In this video, we are discussing about Module 3 Moment Distribution Method. So, our second problem, analyze the continuous beam shown in figure by moment distribution method and draw bendy moment diagram. This is our question. There is a continuous beam A, B, C, D shown in figure. Along the span AB, a 60 kN concentrated load is acting at a distance of 4 meters from the left support A. Along span BC, there is a uniformly distributed load of 20 kN per meter, and a central concentrated load 30 kN is acting along the span CD, and the different moment of inertia values are also given, and the length of the span also given. So, this problem moment distribution method use ചെയ്തിട്ട് എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്കറിയാം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് മൊമെൻ്റ് ആണ്. സോ സ്റ്റെപ്പ് 1 കാൽക്കുലേഷൻ ഓഫ് ഫിക്സഡ് മൊമെൻ്റ്. എം ഓഫ് എ ബിയിൽ എ ബി എന്ന് പറഞ്ഞ മെമ്പറിനകത്ത് എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സോ വി ഹാവ് എം ഓഫ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു എ ബി സ്ക്വയർ ബൈ എൽ സ്ക്വയർ. So minus 60 into the value of A 4 meter and value of B is 2 meter. Total length of the span L is equal to 6 meter. So by substituting values we get M of AB is equal to minus 26.67 kilonewton meter. Next M of BA is plus WA square B by L square. Therefore 60 into 4 square into 2 by 6 square, we get 53.33 kilonewton meter. Next M of BC is equal to BC nathu UDL ആണ് ആക്ട് ചെയ്യുന്നത്. ത്രൂ ഔട്ട് ദ സ്പാനിൽ UDL ആക്ട് ചെയ്യുമ്പോൾ we have M of BC is equal to minus WL square by 12, that is minus 20 into 3 square by 12 is equal to minus 15 kilonewton meter. Then M of CB is equal to plus WL square by 12, so we get 15 kilonewton meter. Then we have member CD. So M of CD is equal to minus WL by 8. ഇവിടെ കോൺസെൻട്രേറ്റഡ് ലോഡ് സെൻട്രലാണ് ആക്ട് ചെയ്യുന്നത്. So M of CD is equal to minus WL by 8, that is minus 30 into 8 by 8, that is minus 30 kilonewton meter. M of DC is equal to plus WL by 8, that is 30 kilonewton meter. So ഓരോ മെമ്പേഴ്സിലെയും ഫിക്സഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്തു. So second step, calculation of distribution factors. So first consider the joint B. So consider joint B. Here B എന്ന് പറഞ്ഞ ജോയിൻ്റ് ഉണ്ട്, സി എന്ന് പറഞ്ഞ ജോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇതൊരു 3 സ്പാൻ കണ്ടിന്യൂസ് ബീമാണ്. സോ നമുക്ക് ബി എന്ന് പറഞ്ഞ ജോയിൻറ്റ്, സി എന്ന് പറഞ്ഞ ജോയിൻറ്റ്, രണ്ട് ജോയിൻറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ ഫസ്റ്റ് കൺസിഡർ ദ ജോയിൻറ്റ് ബി. ജോയിൻറ്റ് ബിയിൽ മീറ്റ് ചെയ്യുന്നത് രണ്ട് മെമ്പേഴ്സാണ്, ബി എയും ബി സിയും. സോ മെമ്പർ എഴുതി ബി എ ആൻഡ് ബി സി. ഇനി ബി എയിലെ സ്റ്റിഫ്നെസ്, കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റിഫ്നെസ് ആണ്. സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സോ കെയുടെ വാല്യൂ, സ്റ്റിഫ്നെസ് എന്ന് പറഞ്ഞാൽ ഫാർ എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ 3 EI by L-ഉം ഫാർ എൻഡ് ഫിക്സ്ഡ് ആണെങ്കിൽ 4 EI by L-ഉം ആണ് നമ്മുടെ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ. സോ ഇവിടെ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ എ എന്നുള്ളതൊരു ഫിക്സ്ഡ് എൻഡാണ്. ബി എ എന്നുള്ള മെമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ ഫാർ എൻഡ് എ ആണ്. ഫാർ എൻഡ് എ എന്നുള്ളത് ഇവിടെ ഒരു ഫിക്സ്ഡ് എൻഡാണ്. സോ ഫാർ എൻഡ് ഫിക്സ്ഡ് എൻഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4 EI by L ആണ്. സോ 4 ഇൻറ്റു ഇ ഇൻറ്റു ഐൻ്റെ വാല്യൂ എ ബി എന്ന് പറഞ്ഞ സ്പാന്, ബി എന്ന് പറഞ്ഞാലും എ ബി എന്ന് പറഞ്ഞാലും സെയിം സ്പാനാണ്. സോ ബി എന്ന് പറഞ്ഞ മെമ്പറിൽ വാല്യൂ ഓഫ് ഐ എന്ന് പറഞ്ഞത് 1.5 ഐ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഇൻറ്റു ഇ ഇൻറ്റു 1.5 ഐ ഇൻറ്റു ലെങ്ത്ത് 4 EI by L ആണ് നമ്മുടെ സ്റ്റിഫ്നെസ് വാല്യൂ. എൽ എന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ആണ്. അപ്പോൾ ബി എയുടെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 ഇൻറ്റു ഇ ഇൻറ്റു 1.5 ഐ ബൈ 6, ദാറ്റ് ഈസ് ഇ ഐ എന്ന് കിട്ടി. നെക്സ്റ്റ് കൺസിഡർ ബി സി. ബി സി എടുക്കുമ്പോൾ ബി സിയുടെ ഫാർ എൻഡ് എന്ന് പറഞ്ഞത് സി ആണ്. സി എടുക്കുമ്പോൾ സി എന്നുള്ളത് ഒരു മിഡിൽ സപ്പോർട്ടാണ്, കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ കണ്ടിന്യൂസ് സപ്പോർട്ടാണെങ്കിൽ കണ്ടിന്യൂസ് സപ്പോർട്ടിനെ നമ്മൾ ഫിക്സ്ഡ് എൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ ഫിക്സ്ഡ് എൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4 EI by L തന്നെയാണ് വരുന്നത്. സോ 4 E ഇൻറ്റു വാല്യൂ ഓഫ് ഐ തന്നെയാണ്, ആൻഡ് എൽ എന്ന് പറഞ്ഞാൽ 3 മീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് 4 EI by L is equal to 4 EI by 3, which is equal to 1.33 EI. സോ നമുക്ക് രണ്ട് മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂസ് കിട്ടി. നെക്സ്റ്റ് നമ്മുടെ കോളം സിഗ്മ കെ ആണ്, ദാറ്റ് ഈസ് ടോട്ടൽ
stiffness of that joint. Summation of the stiffness along the joint B, that is EI plus 1.33 EI. So we get 2.33 EI. Next column distribution factor. Distribution factor is equal to K by sigma K. ഒരു ജോയിൻറ്റിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ stiffness of that member divided by summation of the stiffness of along the joint. സോ ഇവിടെ ഫസ്റ്റ് മെമ്പർ കൺസിഡർ ബി എ കൺസിഡർ ചെയ്യുമ്പോൾ ബി എയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ EI by 2.33 EI എന്ന് വരും. ബി എയിലുള്ള സ്റ്റിഫ്നെസ് കെയുടെ വാല്യൂ EI ആണ്, സിഗ്മ കെയുടെ വാല്യൂ 2.33 EI ആണ്. സോ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ EI by 2.33 EI എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു 0.429 കിട്ടും. അതുപോലെ നെക്സ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യുന്നത് ബി സി എന്നുള്ള മെമ്പറാണ്. ബി സിയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബി സിയിലുള്ള സ്റ്റിഫ്നെസ് 1.33 EI ആണ്. അവിടെയുള്ള സിഗ്മ കെ എന്ന് പറഞ്ഞാൽ 2.33 EI ആണ്. സോ 1.33 EI by 2.33 EI ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.571. സോ ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്ന ജോയിൻറ്റിലുള്ള രണ്ട് മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ്. നെക്സ്റ്റ് നമുക്കൊരു ജോയിൻറ്റ് കൂടെ ഉണ്ട്, സി എന്ന് പറഞ്ഞ ജോയിൻറ്റ് കൂടെ ഉണ്ട്. സോ സി എന്ന് പറഞ്ഞ ജോയിൻറ്റെയും കൺസിഡർ ചെയ്തിട്ട് അതിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. സോ സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുക്കുമ്പോൾ സീനകത്ത് രണ്ട് മെമ്പേഴ്സാണ് വരിക, സി ബിയും സി ഡിയും. സോ ഫസ്റ്റ് നമ്മൾ മെമ്പർ എഴുതി സി ബി ആൻഡ് സി ഡി. ഇനി സി ബി കൺസിഡർ ചെയ്യുമ്പോൾ ബി സിയുടെ അതേ തന്നെയാണ് സി ബി വരുന്നത്. ഓക്കെ, ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു എന്നേ ഉള്ളൂ. ബി സി തന്നെയാണ് സി ബി. സോ ബി സിയിലുള്ള സി ബിയിലെയും വാല്യൂ സെയിം ആയിരിക്കും. സി ബിനകത്തുള്ള മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഐ തന്നെയാണ്, ലെങ്ത്ത് 3 മീറ്റർ ആണ്. സി ബി കൺസിഡർ ചെയ്യുമ്പോൾ സി ബിൻ്റെ ഫാർ എൻഡ് ബി ആണ്. ബി എന്നുള്ളതൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. സോ മിഡിൽ സപ്പോർട്ട് കണ്ടിന്യൂസ് സപ്പോർട്ടായിട്ടുള്ള മിഡിൽ സപ്പോർട്ടിനെ നമ്മൾ ഫിക്സഡ് എൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4EI by L ആണ് വരിക. സോ 4EI by Lൻ്റെ വാല്യൂ 3 മീറ്റർ ആണ്. സോ വി ഗെറ്റ് 4EI by 3, ദാറ്റ് ഈസ് 1.33 EI. നെക്സ്റ്റ് സി ഡി കൺസിഡർ ചെയ്യുകയാണ്. സി ഡിയിലെ മെമ്പർ നോക്കുമ്പോൾ സി ഡി മെമ്പർ എടുക്കുമ്പോൾ ഡി എന്നുള്ളതാണ് ഫാർ എൻഡ് ഫിക്സഡ് എൻഡ് ആണ്. ഫാർ എൻഡ് ഫിക്സഡ് എൻഡ് ആണെങ്കിൽ സ്റ്റിഫ്നെസ്സിൻ്റെ വാല്യൂ 4EI by L ആണ്. ആൻഡ് ഹിയർ ദ വാല്യൂ ഓഫ് ഐ 2I ആണ് ആൻഡ് ദ വാല്യൂ ഓഫ് L 8 മീറ്റർ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4E into 2I by 8 വരും, ദാറ്റ് ഈസ് EI എന്ന് വന്നു. നെക്സ്റ്റ് കോളം സിഗ്മ കെ. ആ ജോയിൻറ്റിലുള്ള മെമ്പേഴ്സിൻ്റെ എല്ലാം സ്റ്റിഫ്നെസ്സിൻ്റെ സമ്മാണ് സിഗ്മ കെ. സോ ഇവിടെ രണ്ട് മെമ്പേഴ്സാണ് വരുന്നത്. രണ്ട് മെമ്പേഴ്സിലെയും സ്റ്റിഫ്നെസ്സുകൾ ആഡ് ചെയ്തു 1.33 EI പ്ലസ് EI, ദാറ്റ് ഈസ് 2.33 EI. നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യാം, ദാറ്റ് ഈസ് സിഗ്മ കെ ബൈ സിഗ്മ കെ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ മെമ്പർ സി ബി കൺസിഡർ ചെയ്തപ്പോൾ മെമ്പർ സി ബിനകത്തുള്ള കെയുടെ വാല്യൂ 1.33 EI ആണ്. അവിടുത്തെ സിഗ്മ കെ 2.33 EI വരും. സോ വി ഗെറ്റ് 1.33 EI by 2.33 EI is equal to 0.571 വന്നു. നെക്സ്റ്റ് സി ഡി കൺസിഡർ ചെയ്യുമ്പോൾ സി ഡിയിനകത്തുള്ള കെയുടെ വാല്യൂ EI ആണ്, സിഗ്മ കെയുടെ വാല്യൂ 2.33 EI ആണ്. സോ EI by 2.33 EI ചെയ്യുമ്പോൾ വി ഗെറ്റ് 0.429. സോ നമ്മൾ രണ്ട് ജോയിൻറ്റ്സ് കൺസിഡർ ചെയ്തു. രണ്ട് ജോയിൻറ്റ്സിലും വരുന്ന എല്ലാ മെമ്പേഴ്സിലെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സും കാൽക്കുലേറ്റ് ചെയ്തു. So our second step is over. Next move to third step, that is the distribution table. So നമ്മൾ നെക്സ്റ്റ് ഇനി മൊമെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരക്കാണ്. സോ ഫസ്റ്റ് നമ്മൾ ജോയിൻറ്റ്സ് മാർക്ക് ചെയ്യുക, കറസ്പോണ്ടിങ് മെമ്പേഴ്സിന് മാർക്ക് ചെയ്യുക, ദെൻ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മാർക്ക് ചെയ്യാം. സോ എയിലെ ജോയിൻറ്റിനകത്ത് എ ബി എന്ന് പറഞ്ഞ മെമ്പർ മാത്രമേ വരുന്നുള്ളൂ. ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിനകത്ത് രണ്ട് മെമ്പേഴ്സ് വരും, ബി എയും ബി സിയും വരുന്നുണ്ട്. ആൻഡ് സി എന്ന് പറഞ്ഞ ജോയിൻറ്റിനകത്ത് സി ബിയും സി ഡിയും വരുന്നുണ്ട്. ഡിനകത്ത് ഡി സി മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഒരു മെമ്പേഴ്സിനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഓൾറെഡി സെക്കൻഡ് സ്റ്റെപ്പിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ബി എൻ്റെ അകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആണ്. ബി സി മെമ്പറിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 ആണ്. സി ബിയിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571, സി ഡിയിൽ വരുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429. ദെൻ നെക്സ്റ്റ് നമുക്ക് ഈ ടേബിളിൽ ഫിക്സഡ് മൊമെൻറ്റ് എഴുതാം. സോ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഫിക്സഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അത് ടേബിളിൽ മാർക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഫിക്സഡ് മൊമെൻറ്റ് അലോങ് ദ മെമ്പർ എ ബി -26.67, ബി എ 53.33, ബി സി -15, സി ബി 15, സി ഡി -30 ആൻഡ് ഡി സി 30. സോ ഇവിടെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ബാലൻസിങ് ആണ്. സോ നമുക്ക് ഈ ഒരു ബി എന്ന് പറഞ്ഞ ജോയിൻറ്റും സി എന്ന് പറഞ്ഞ ജോയിൻറ്റും കൺസിഡർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ജോയിൻറ്റിലെ മൊമെൻറ്റ് അൺബാലൻസ്ഡ് ആയിട്ടാണ് കിടക്കുന്നത്. 0 അല്ല, സബ്മേഷൻ ഓഫ് ദ മൊമെൻറ്റ് എടുക്കുമ്പോൾ 0 അല്ല, അൺബാലൻസ്ഡ് ആയിട്ടാണ് മൊമെൻറ്റ് കിടക്കുന്നത്. സോ നമുക്ക് ബാലൻസിങ് ചെയ്യണം. ബാലൻസിങ് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ ജോയിൻറ്റിൽ വരുന്ന ടോട്ടൽ മൊമെൻറ്റിന് നമ്മൾ സം ചെയ്യും. ഈ ജോയിൻറ്റിൽ വരുന്ന മൊമെൻറ്റ്സ് എല്ലാം സം ചെയ്യും. അതിൻ്റെ നെഗറ്റീവ് സൈൻ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യും.
ആ ജോയിൻറ്റിലുള്ള അൺബാലൻസ്ഡ് ആയിട്ടുള്ള മൊമെൻറ്റ്സിനെ നമ്മൾ അതിൻ്റെ മെമ്പേഴ്സിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ BA മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആണ്, BCയിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 ആണ്. സോ നമ്മൾ ടോട്ടൽ മൊമെൻറ്റിനെ സം ചെയ്തിട്ട് അതിൻ്റെ നെഗറ്റീവ് സൈൻ കൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് ബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. സോ ഇവിടെ നെക്സ്റ്റ് ബാലൻസിങ്, ദാറ്റ് ഈസ് ഇവിടെ B കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, B എന്ന് പറഞ്ഞ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മൊമെൻറ്റിൻ്റെ സം എന്ന് പറയുന്നത് 53.33 മൈനസ് 15 ആണ്. സോ 53.33 മൈനസ് 15 ചെയ്താൽ നമുക്കൊരു പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ്. സോ മൈനസ് സിഗ്മ MB ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ നമ്മൾ BAയിലുള്ള വാല്യൂ ആണ് ആദ്യം എഴുതുന്നത്. സോ BAൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആണ്. സോ മൈനസ് 53.33 മൈനസ് 15 ഇൻറ്റു 0.429. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മൈനസ് 16.44. നെക്സ്റ്റ് ഇതുപോലെ തന്നെ മൈനസ് 53.33 മൈനസ് 15 ഇൻറ്റു 0.57 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BCയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് മൈനസ് 21.89 കിട്ടി. ഇതുപോലെ നമ്മൾ നെക്സ്റ്റ് C എന്ന് പറഞ്ഞ ജോയിൻറ്റ് കൺസിഡർ ചെയ്യുകയാണ്. ഇവിടെയും ബാലൻസ്ഡ് മൊമെൻ്റ് അല്ല, ഇവിടുത്തെ മൊമെൻറ്റും അൺബാലൻസ്ഡ് ആയിട്ടാണ് ഉള്ളത്. സോ അതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. സോ ഇവിടെ 15 മൈനസ് 30 ആണ് മൊമെൻറ്റ് വരുന്നത്, സമ്മേഷൻ ഓഫ് ദ മൊമെൻറ്റ്സ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ, സോ നെഗറ്റീവ് 15 മൈനസ് 30 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, കറസ്പോണ്ടിങ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആ മെമ്പറിലുള്ള ബാലൻസിങ് മൊമെൻറ്റ് കിട്ടും. സോ ഇവിടെ CBനകത്തുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 ആണ്. സോ മൈനസ് 15 മൈനസ് 30 ഇൻറ്റു 0.571 8.57 കിട്ടി. മൈനസ് 15 മൈനസ് 30 ഇൻറ്റു 0.429 വാല്യൂ ചെയ്താൽ 6.43 കിട്ടും. സോ നമ്മുടെ ബാലൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇവിടെ നമുക്കൊരു ജോയിൻറ്റിലൊരു മെമ്പറിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഒന്നുമില്ല. ഒറ്റ മെമ്പറാണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറുടെ വാല്യൂ 1 തന്നെ ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു ജോയിൻറ്റിലുള്ള ടോട്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ നമ്മൾ ആഡ് ചെയ്താൽ അവിടെ നമുക്ക് 1 കിട്ടും. സോ ഇവിടെ 0.429 പ്ലസ് 0.571 ചെയ്താൽ 1 കിട്ടും. DC എന്നുള്ളത് D എന്ന് പറഞ്ഞ ജോയിൻറ്റ് ഒറ്റ മെമ്പറേ ഉള്ളൂ. അപ്പോൾ DCനകത്ത് ഒറ്റ മെമ്പർ ആയതുകൊണ്ട് അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. അതുപോലെ തന്നെ ABയിലും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവിടുത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എല്ലാം ആഡ് ചെയ്ത് നമുക്ക് 1 കിട്ടും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ക്യാരി ഓവർ. സോ നമ്മുടെ ഈ ഒരു കിട്ടിയ മൊമെൻറ്റ്, ബാലൻസിങ് സ്റ്റെപ്പിൽ കിട്ടിയ മൊമെൻറ്റ് BAയിൽ നമുക്ക് വാല്യൂ ഉണ്ട്, BCയിൽ വാല്യൂ ഉണ്ട്, CBയിൽ വാല്യൂ ഉണ്ട്, CDയിൽ വാല്യൂ ഉണ്ട്. ഇനി ഓരോ മെമ്പറിലെയും മൊമെൻറ്റുകളുടെ ഫാർ എൻഡ് ഫിക്സഡ് ആണെങ്കിൽ നമ്മൾ ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. ക്യാരി ഓവർ മൊമെൻ്റൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു. സോ ഇവിടെ ക്യാരി ഓവർ മൊമെൻ്റ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദാറ്റ് ഈസ് BA കൺസിഡർ ചെയ്യുമ്പോൾ A എന്നുള്ളതാണ് BAയുടെ ഫാർ എൻഡ്. A എന്നുള്ളത് ഒരു ഫിക്സഡ് എൻഡ് ആണ്. ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്യും. സോ മൈനസ് 16.44ൻ്റെ ഹാഫ് മൊമെൻ്റ് ആണ് മൈനസ് 8.22. അത് AB എന്ന് പറഞ്ഞ മെമ്പറിലേക്ക് ക്യാരി ഓവർ, തൊട്ടടുത്ത മെമ്പറിലേക്ക് ക്യാരി ഓവർ ചെയ്യും. BAൻ്റെ ഓപ്പോസിറ്റ് മെമ്പറാണ് AB എന്നുള്ളത്. സോ BAയിലുള്ള ഹാഫ് മൊമെൻറ്റ് ABയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. നെക്സ്റ്റ് നമ്മൾ BC ആണ് എടുക്കുന്നത്. BCയുടെ ഫാർ എൻഡ് C ആണ്, അതിൽ വരുന്ന മെമ്പറാണ് CB. സോ C എന്നുള്ളതൊരു കണ്ടിന്യൂസ് സപ്പോർട്ടാണ്. കണ്ടിന്യൂസ് സപ്പോർട്ട് നമ്മൾ ഫിക്സഡ് ആയിട്ടാണ് എടുക്കുന്നത്. സോ ഹാഫ് മൊമെൻറ്റ് ഇവിടെയും ക്യാരി ഓവർ ചെയ്യും. ദാറ്റ് ഈസ് മൈനസ് 21.89ൻ്റെ ഹാഫ് മൊമെൻറ്റ് മൈനസ് 10.95 CBയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. അതുപോലെ തന്നെ CBൻ്റെ ഫാർ എൻഡ് വരുന്നത് B ആണ്, ദാറ്റ് ഈസ് BC എന്ന് പറഞ്ഞ മെമ്പറാണ്. സോ 8.57ൻ്റെ ഹാഫ് മൊമെൻറ്റ് 4.29 ക്യാരി ഓവർ ചെയ്തു. അപ്പോൾ ഇവിടേക്കും ഹാഫ് മൊമെൻറ്റ് ക്യാരി ഓവർ ചെയ്തു. നെക്സ്റ്റ് വരുന്നത് 6.43 CD എന്നുള്ള മെമ്പറിൽ മൊമെൻ്റാണ് 6.43. അവിടെ D എന്നുള്ളതൊരു ഫിക്സഡ് എൻഡാണ്. സോ ഹാഫ് മൊമെൻറ്റ് DCയിലേക്കും ക്യാരി ഓവർ ചെയ്യും. ദാറ്റ് ഈസ് 3.22 ക്യാരി ഓവർ ചെയ്തു. സോ ഇവിടെ നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് കഴിയുന്നതോടെ എഗെയിൻ ഈ ഒരു B എന്ന് പറഞ്ഞ ജോയിൻറ്റിലും C എന്ന് പറഞ്ഞ ജോയിൻറ്റിലും മൊമെൻറ്റ് ഉണ്ട്. സോ നമുക്ക് വീണ്ടും ബാലൻസിങ് ചെയ്യേണ്ടതുണ്ട്. ബാലൻസിങ് സ്റ്റെപ്പ് ഇതുപോലെ നമ്മൾ ബാലൻസിങ്ങും ക്യാരി ഓവറും റിപ്പീറ്റായിട്ട് ചെയ്യും. നമുക്ക് ചെറിയ വാല്യൂസ് കിട്ടുന്നവരെ നമ്മളിത് ഈ ഒരു പ്രോസസ്സ്, ഐട്രേഷൻ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് അഗെയിൻ ബാലൻസിങ്. ഇവിടെ ബാലൻസിങ് എടുക്കുമ്പോൾ നമ്മുടെ സിഗ്മ B, ദാറ്റ് ഈസ് B എന്ന് പറഞ്ഞ ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ വാല്യൂ ഒന്നുമില്ല, ദാറ്റ് ഈസ് 0 ആണ്. ആൻഡ് BCയിൽ 4.29 ആണ്. സോ നമുക്കത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ പ്ലസ് 4.29 കിട്ടി. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ പ്ലസ് 4.29ൻ്റെ ഓപ്പോസിറ്റ് സൈൻ എന്ന് പറഞ്ഞാൽ മൈനസ് 4.29 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. BAയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ വാല്യൂ കിട്ടും
അതുപോലെ തന്നെ -4.29 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -2.45 കിട്ടി. അത് ബി സിയുടെ താഴെ എഴുതി. നെക്സ്റ്റ് നമ്മൾ സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുത്തു. സി എന്ന ജോയിൻറ്റിനകത്തുള്ള മൊമെൻറ്റ് -10.95 സി ഡിയിൽ വാല്യൂ ഇല്ല, 0 ആണ്. സോ -10.95 ആണ് സി എന്ന് പറഞ്ഞ ജോയിൻറ്റിലുള്ള ടോട്ടൽ മൊമെൻറ്റ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ദാറ്റ് ഈസ് +10.95 ഇൻറ്റു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ഇവിടെ എഴുതാം 6.25. ദെൻ 10.95നെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ഇവിടെ എഴുതാം 4.70. സോ നമുക്ക് ബാലൻസിങ് സ്റ്റെപ്പ് കഴിഞ്ഞു. അഗെയിൻ ക്യാരി ഓവർ ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ. ബി എന്നുള്ളത് എ ഫിക്സഡ് ആണ്. സോ ഹാഫ് മൊമെൻറ്റ് നമ്മൾ എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. അതുപോലെ ബി സിയിലുള്ളത് ഹാഫ് മൊമെൻറ്റ് സി ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. സി ബിയിലുള്ള ഹാഫ് മൊമെൻറ്റ് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്യും. 4.70 സി ഡിയിലുള്ള മൊമെൻറ്റ് ഹാഫ് മൊമെൻറ്റ് ഡി സിയിലേക്കും ക്യാരി ഓവർ ചെയ്യും. സോ ഹാഫ് മൊമെൻറ്റ്സ് എല്ലാം ക്യാരി ഓവർ ചെയ്തു. ഇപ്പോഴും നമ്മുടെ വാല്യൂ ചെറുതായിട്ടില്ല. ഇവിടെ -8.22 0.92 1.84 3.13 ഒക്കെയാണ്. നമുക്ക് പോയിൻ്റ് റേഞ്ചിൽ കിട്ടണം. 0.1 0.0 ആ റേഞ്ചിൽ വരെ കിട്ടണം. അതുവരെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണം. സോ അഗെയിൻ ബാലൻസിങ് ചെയ്യാം. സോ ഇവിടെ ബാലൻസിങ് വന്നു. സോ ഇവിടെ ബാലൻസിങ് ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ ഇവിടെ വാല്യൂ ഇല്ല, 0 ആണ്. 3.13 ആണ്. 3.13 ആണ്. അപ്പോൾ ടോട്ടൽ മൊമെൻറ്റ് ആക്ടിങ് അലോങ് ദ ജോയിൻറ്റ് ബി, അതിൻ്റെ ഓപ്പോസിറ്റ് സൈന് -3.13 ആണ്. സോ -3.13നെ ബി എയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതാം. ബി സിയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബി സിയിലെ കോളത്തിലും എഴുതാം. സോ അങ്ങനെ നമുക്ക് -1.34 -1.79 കിട്ടും. അതുപോലെ ഇവിടെ സി എന്ന് പറഞ്ഞ ജോയിൻ്റ് എടുക്കുമ്പോൾ ഇവിടെ -1.23 ഇവിടെ 0 ആണ് വരുന്നത്. സോ ടോട്ടൽ മൊമെൻറ്റ് അലോങ് ദ ജോയിൻറ്റ് സി എന്ന് പറഞ്ഞാൽ -1.23 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ എടുക്കുക, ദാറ്റ് ഈസ് +1.23 വരും. ആ +1.23നെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ആയിട്ടുള്ള 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നമുക്ക് സി ബിയുടെ കോളത്തിൽ എഴുതാം. ആ 1.23നെ സി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നമുക്ക് സി ഡിയുടെ കോളത്തിലും എഴുതാം. സോ ഇവിടെ നമുക്ക് വാല്യൂസ് കുറച്ച് ചെറുതായിട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇനിയും ചെയ്യണം. അഗെയിൻ ക്യാരി ഓവർ ചെയ്യുക. ഹാഫ് മൊമെൻറ്റ്സ് എല്ലാം ക്യാരി ഓവർ ചെയ്യും. സോ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. സോ -1.34 ഉള്ള -0.67 ആയി. ആൻഡ് 0.70 0.35 ക്യാരി ഓവർ ചെയ്തു. -1.79 -0.90 ക്യാരി ഓവർ ചെയ്തു. 0.53 0.27 ക്യാരി ഓവർ ചെയ്തു. നമ്മളിവിടെ 2 ഡിജിറ്റാണ് എഴുതുന്നത്, അതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ട് എഴുതുന്നതാണ്. അഗെയിൻ നമ്മൾ ബാലൻസിങ് ചെയ്തു. സോ ബാലൻസിങ് ഇവിടെ ബി എന്ന് പറഞ്ഞ ജോയിൻറ്റിൽ 0യും 0.35 ആണുള്ളത്. സോ 0 + 0.35 അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ -0.35 ആണ്. സോ -0.35നെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് -0.15 ആൻഡ് -0.35നെ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ ആണ് -0.20. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ -0.90 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈന് +0.90 ആണ്. സോ +0.90നെ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ബിയുടെ കോളത്തിൽ എഴുതി. അതുപോലെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ സി ഡിയുടെ കോളത്തിൽ എഴുതി. സോ ബാലൻസിങ് കഴിഞ്ഞു. നെക്സ്റ്റ് അഗെയിൻ ക്യാരി ഓവർ ഹാഫ് മൊമെൻറ്റ്സ് തൊട്ടടുത്ത മെമ്പേഴ്സിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. ഫിക്സഡ് എൻഡ് ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ്ലി എല്ലാ മെമ്പേഴ്സിലും ക്യാരി ഓവർ വരും. സോ ഇവിടെ നമുക്ക് ക്യാരി ഓവർ മൊമെൻറ്റ് കിട്ടി. അഗെയിൻ ബാലൻസിങ് ചെയ്യാം. സോ ഇവിടെ നമ്മൾ വീണ്ടും 0.26നെ ബാലൻസിങ് ചെയ്തു. ഇവിടെ 0 ആണ്, ഇവിടെ 0.26 ആണ്. സോ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ ആയിട്ടുള്ള ഓപ്പോസിറ്റ് സൈൻ എടുക്കുമ്പോൾ -0.26 വരും. സോ -0.26നെ 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വാല്യൂ നമുക്ക് -0.11 കിട്ടി. -0.26നെ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -0.115 കിട്ടി. ദെൻ അതുപോലെ തന്നെ സി എന്ന് പറഞ്ഞ ജോയിൻറ്റിനകത്ത് ഉള്ളത് സമ്മേഷൻ -0.1 + 0 ആണ്. സോ -0.1ൻ്റെ ഓപ്പോസിറ്റ് സൈന് 0.1 ആണ്. സോ 0.1നെ 0.571 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിയറസ്റ്റ് 0.06 കിട്ടും. 0.429 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.04 കിട്ടി. സോ ഇവിടെ നമ്മൾ ഈ ഒരു ബാലൻസിങ് സ്റ്റെപ്പിനകത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ 0.11 0.15 0.06 0.04 എല്ലാം ലോവസ്റ്റ് വാല്യൂസ് ആയി 0.1 റേഞ്ചിൽ വന്നു. സോ നമുക്ക് ഇവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്സ് ആണ് എഴുതുന്നത്. ഫൈനൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് മൊമെൻറ്റ് മുതൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത എല്ലാ മൊമെൻറ്റുകളും ആഡ് ചെയ്യാം. ഫിക്സഡ് മൊമെൻറ്റ് മുതലുള്ള എല്ലാ വാല്യൂസും ആഡ് ചെയ്യുക. അതായിരിക്കും നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്. സോ ഫൈനൽ മൊമെൻറ്റ് ദാറ്റ് ഈസ് എ ബിയിലെ ഫൈനൽ മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ -26.67 -8.22 -0.92 -0.67 -0.8. സോ ഇതെല്ലാം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -37.28 കിട്ടും.
ഇനി നെക്സ്റ്റ് ബി എ എടുക്കുക. ബി എയിലുള്ള മൊമെൻറ്റ്സ് എല്ലാം ആഡ് ചെയ്യുക. ദാറ്റ് ഈസ് 53.33 മൈനസ് 16.44 മൈനസ് 1.84 മൈനസ് 1.34 മൈനസ് 0.15 മൈനസ് 0.11. സോ വി ഗെറ്റ് 33.45. അഗെയിൻ ബി സിയിലുള്ള ഫിക്സ്ഡ് മൊമെൻറ്റ് മുതലുള്ള വാല്യൂസാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മൊമെൻറ്റ് വാല്യൂസാണ് ആഡ് ചെയ്യേണ്ടത്. ഒരിക്കലും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അതിൻ്റെ കൂടെ ആഡ് ചെയ്യരുത്. മൊമെൻറ്റ് വാല്യൂസ് മാത്രം ആഡ് ചെയ്യുക. So we get minus 15 minus 21.89 plus 4.29 minus 2.45 plus 3.13 minus 1.79 plus 0.35 minus 0.20 plus 0.26 minus 0.15 is equal to minus 33.45. Next CB value 15 plus 8.57 minus 10.95 plus 6.25 minus 1.23 plus 0.70 minus 0.90 plus 0.51 minus 0.1 plus 0.06 is equal to 17.91. Next member CD minus 30 plus 6.43 plus 4.70 plus 0.53 plus 0.39 plus 0.04 is equal to minus 17.91. Next last member DC 30 plus 3.22 plus 2.35 plus 0.27 plus 0.20 is equal to 36.04. സോ എല്ലാ മെമ്പേഴ്സിലെയും മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരക്കാം. സോ അതിന് മുമ്പ് നമ്മൾ ഡയറക്ഷൻസ് ഒക്കെ മാർക്ക് ചെയ്യാം. So these are the final moment values MAB, MBC, MBA, MBC, MCB, MCD and MDC. ആൻഡ് ഓരോന്നും അതിൻ്റെ ഡയറക്ഷൻസ് മാർക്ക് ചെയ്തു. MAB നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയത്. സോ ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിട്ട് വരും. BA നമുക്ക് പോസിറ്റീവ് 33.45 കിലോന്യൂട്ടൺ മീറ്റർ പോസിറ്റീവ് വാല്യൂ ആണ്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരും. BC മൈനസ് 33.5 ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വരും. അതാണ് ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു. CB നമുക്ക് പ്ലസ് 17.91 ആണ്. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. പോസിറ്റീവ് വാല്യൂ ആണ്. സോ ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആഡ് ചെയ്തു. ദെൻ MCD മൈനസ് 17.91 ആൻറ്റി ക്ലോക്ക് വൈസ് മാർക്ക് ചെയ്തു. MDC 36.04 ക്ലോക്ക് വൈസ് മൊമെൻ്റ് ഡയറക്ഷൻ മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കാം. സോ ഫസ്റ്റ് നമ്മൾ ബേസ് ലൈൻ വരച്ചു. ABCD എല്ലാം മാർക്ക് ചെയ്തു. സോ എയിൽ വരുന്ന വാല്യൂ ABയിൽ വരുന്ന മൊമെൻ്റ് നമുക്ക് കിട്ടിയത് മൈനസ് 37.28 ആണ്. സോ എയിൽ ഫിക്സ്ഡ് ആയിട്ട് ബി എന്ന് പറഞ്ഞ മെമ്പറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. സോ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ അപ്വേർഡ് വന്നു ആൻഡ് 37.28 മാർക്ക് ചെയ്തു. ഇനി നെക്സ്റ്റ് നമുക്ക് ബിയിലുള്ള മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാണ്. സോ ഇതാണ് നമ്മുടെ ബിയിലുള്ളത്. നമുക്ക് BA കൺസിഡർ ചെയ്യുമ്പോൾ BA എന്നുള്ളത് പോസിറ്റീവ് വാല്യൂ ആണ്. ക്ലോക്ക് വൈസ് ആണ്. BA എന്നുള്ളത് 33.45 ക്ലോക്ക് വൈസ് ആണ്. സോ ബിയിൽ ഫിക്സ്ഡ് ആയിട്ട് എനെ റൊട്ടേറ്റ് ചെയ്തു. BA എന്ന് പറഞ്ഞ മെമ്പറിനെ റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ ഇവിടെ വരും. 33.45 കിലോന്യൂട്ടൺ മീറ്റർ കിട്ടി. അത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സിയിൽ അഗെയിൻ 17.91 ആണ്. MCBയുടെ വാല്യൂ 17.91 ആണ്. ദാറ്റ് ഈസ് പോസിറ്റീവ് വാല്യൂ ആണ്. സിയിൽ ഫിക്സ്ഡ് ആയിട്ട് CB എന്ന് പറഞ്ഞ മെമ്പറിനെ റൊട്ടേറ്റ് ചെയ്തു. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വരും വാല്യൂ 17.91 മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഡിനകത്തും അഗെയിൻ ക്ലോക്ക് വൈസ് ആണ്. ഡി എന്ന് പറഞ്ഞ പോയിന്റ് ഫിക്സ് ചെയ്തിട്ട് DC എന്ന് പറഞ്ഞ മെമ്പറിനെ നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തു. സോ അഗെയിൻ ഇവിടെയും അപ്വേർഡിലാണ് വാല്യൂ വരിക ആൻഡ് വാല്യൂ നമ്മൾ 36.04 മാർക്ക് ചെയ്തു. ഇനി ഇതെല്ലാം നമുക്ക് ജോയിൻ ചെയ്ത് വരക്കാം. ഇതാണ് നമ്മുടെ സപ്പോർട്ടിലുള്ള ഫൈനൽ മൊമെൻറ്റ്സ്. സോ നമുക്കിനി എക്സ്റ്റേണൽ ലോഡ് കാരണമുള്ള ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കൂടെ വരക്കണം. സോ ABനകത്ത് സെൻട്രലിലല്ല കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നത്. എക്സെൻട്രിക് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. സോ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ ഷേപ്പ് ആയിരിക്കും. ട്രയാങ്കിൾ ഷേപ്പ് വിത്ത് മാക്സിമം വാല്യൂ അണ്ടർ ദ ലോഡ് ആയിരിക്കും ആൻഡ് ദ മാക്സിമം ഓർഡിനേറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു WAB/L ആണ്. സോ ഹിയർ 60 × 4 × 2/6 ദാറ്റ് ഈസ് 80 കിലോന്യൂട്ടൺ മീറ്റർ എന്ന് കിട്ടും. സോ നമ്മൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു ഡ്യൂ ടു എക്സ്റ്റേണൽ ലോഡ്സ്. നെക്സ്റ്റ് കൺസിഡർ BCയിൽ വരുന്ന UDL ആണ് ആക്ട് ചെയ്യുന്നത്. UDL ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രത്തിൻ്റെ ഷേപ്പ് പരാബോള ആയിരിക്കും ആൻഡ് മാക്സിമം വാല്യൂ WL²/8 ആയിരിക്കും. സോ ഹിയർ 20 × 3²/8 ദാറ്റ് ഈസ് 22.5 കിലോന്യൂട്ടൺ മീറ്റർ. സോ പരാബോളിക് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. നെക്സ്റ്റ് CDയിൽ സെൻട്രലിൽ കോൺസെൻട്രേറ്റഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. സെൻട്രലിൽ കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം ട്രയാങ്കിൾ ആയിരിക്കും. മാക്സിമം വാല്യൂ സെൻട്രലിലായിരിക്കും. മാക്സിമം വാല്യൂ ഈസ് ഈക്വൽ ടു WL/4 ആണ്. സോ 30 × 8/4 60 കിലോന്യൂട്ടൺ മീറ്റർ. സോ നമ്മൾ എക്സ്റ്റേണൽ ലോഡ് കാരണം ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം വരച്ചു. ഇനി നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് മാർക്ക് ചെയ്താൽ നമ്മൾ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കിട്ടും. സോ ഇവിടെ നമുക്കറിയാം ഇതൊക്കെ നെഗറ്റീവ് മൊമെൻ്റ് ആണ് ആൻഡ് ഹിയർ പോസിറ്റീവ് മൊമെൻറ്റ് വരും. ഹിയർ ഓൾസോ നെഗറ്റീവ് മൊമെൻറ്റ്, ഹിയർ പോസിറ്റീവ് മൊമെൻറ്റ്. സോ ഈ ഒരു നമ്മുടെ എൻഡ് മൊമെൻറ്റ് നമ്മൾ റെഫറൻസ് ആയിട്ട് വരും. അതിൻ്റെ എബോ എല്ലാം പോസിറ്റീവ് വാല്യൂ, ബിലോ നെഗറ്റീവ് വരും. സോ ഈ രണ്ട് പോർഷൻസാണ് പോസിറ്റീവ് വരിക. ബാക്കി എല്ലാം വരുന്ന ഈ പോർഷൻസൊക്കെ നെഗറ്റീവ് മൊമെൻറ്റ്സ് ആണ്. ഓക്കെ, സോ ദിസ് ഈസ് അവർ
net bending moment diagram. So എല്ലായിടത്തും നെഗറ്റീവും പോസിറ്റീവ് വാല്യൂസും മാർക്ക് ചെയ്തു. സോ ദിസ് ഈസ് അവർ നെറ്റ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.